ഈ വീഡിയോയിൽ നേരിട്ട് ഇറാൻ്റെ ഉള്ളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കൂടുതൽ മുഖവുരയുടെ ആവശ്യമൊന്നുമില്ല. അമേരിക്ക തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന് ചോദിച്ചാൽ യെസ്, തിരിച്ചടിക്കുന്നുണ്ട്. പരിമിതമായ അളവിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഇന്നലെ ജോർദാൻ്റെ ഉള്ളിൽ അൽ-അഖ്ബ പോർട്ടിൽ വീണ്ടും മൂന്നാമത്തെ തവണ ഇറാൻ അവരുടെ മിസൈൽ ആക്രമണം വിജയകരമായി നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജോർദാൻ്റെ അമേരിക്കൻ ബേസിൻ്റെ ഉള്ളിൽ 4000-ലധികം അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട്. എന്തായാലും ഇറാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇപ്പം അത് 4 മാറിയിട്ടുണ്ട്. ചികിത്സയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി അമേരിക്കൻ സൈഡിൽ കാഷ്വാലിറ്റി 4 ഉയർന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാൻ്റെ ഉള്ളിൽ 56 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്ത വരുന്നത്. ഇവരെ എല്ലാവരെയും തന്നെ സിവിലിയൻസ് ആയിട്ടാണ് ഇറാൻ വിലയിരുത്തുന്നത്. 56 സിവിലിയൻസിനെ അമേരിക്ക വധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അവരുടെ സൈഡിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അമേരിക്ക ഇന്നലെ നടത്തിയ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സെക്ഷനായിട്ടാണ് നടത്തിയത്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ നടത്തിയ അറ്റാക്കിൽ ടബ്രീസ്, ഉർമിയ ഇത് രണ്ടും തന്നെ വെസ്റ്റേൺ ഇറാൻ്റെ ടോപ്പ് പൊസിഷനിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ മാപ്പ് ഇവിടെ വെക്കുന്നുണ്ട്. മാപ്പിൽ നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിനകത്ത് അക്ഷരങ്ങൾ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ ബനെ എന്ന് പറഞ്ഞ ഏരിയ, അത് കഴിഞ്ഞിട്ട് കബുത്തറാഹങ്ക്. ഈ കബുത്തറാഹങ്ക് എന്ന് പറയുന്നത് തെഹ്റാനോട് കുറച്ച് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൻഗാവർ എന്ന് പറഞ്ഞ സ്ഥലം, കൻഗാവർ, ഇവിടെയും അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ നോക്കൂ, വെസ്റ്റേൺ ഇറാനിൽ തന്നെ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ യെല്ലോ കളറിൽ കാണിക്കുന്നു പാരഡൈസ്, അതേപോലെ പാർച്ചിൻ. ഈ പാരഡൈസും പാർച്ചിനും ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തെഹ്റാന് വേണ്ടിയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ എയർ ഡിഫൻസ് സിസ്റ്റം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നേരെ സൗത്ത് പോർഷനിലേക്ക് വരൂ. സൗത്ത് പോർഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബഹൻബാഹൻ, അതുപോലെ തന്നെ മഹ്ഷാർ, ഈ 2 ഏരിയ, ഇത് രണ്ടും കുഷസ്താൻ പ്രൊവിൻസിലുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അടുത്ത് ബുഷറിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഖൊർമോജ് എന്ന് പറയുന്ന സ്ഥലത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ സിറിക്, കൊനാരക്, ചബഹാർ, ഇത്രയും സ്ഥലങ്ങളിൽ ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് 3 സ്ഥലങ്ങളിൽ ഇന്നലെ വൈകുന്നേരം അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 22-ാം തീയതി ഈവനിങ് 3 സ്ഥലങ്ങളിൽ പകലിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ലാറക് ഐലൻഡിൽ മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ IRGCയുടെ ക്യാമ്പുകളുള്ള സ്ഥലങ്ങളാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ച സിറിക് ഐലൻഡിലും വൈകുന്നേരം വീണ്ടും ഒരു റിപ്പീറ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കാസ്പിയൻ സീയുടെ അടുത്ത് ശരിക്കും തെഹ്റാൻ്റെ കുറച്ചപ്പുറത്തായിട്ട് മുകളിലേക്ക് വെസ്റ്റേൺ ഇറാൻ്റെ ഭാഗത്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് പകൽ അറ്റാക്ക് നടത്തിയത്. മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ്. തുടർന്ന് 12-ാമത്തെ ദിവസവും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഫിനിഷ് ദ ജോബ് ഇൻ ഇറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ്റെ പണി അങ്ങ് തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയും വേഗം തീർക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇറാൻ്റെ ഉള്ളിൽ 12-ാമത്തെ വേവ് ഓഫ് അറ്റാക്കിൽ എക്സ്പ്ലോഷൻ ഇൻ ജസക് റീജിയനിൽ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12-ാമത്തെ വേവ് ഓഫ് അറ്റാക്കിൽ ശരിക്കും സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഇറാൻ്റെ മിസൈൽ ആൻഡ് ഡ്രോൺ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതേപോലെ കോസ്റ്റൽ സർവൈലൻസ് സൈറ്റുകൾ, എയർ ഡിഫൻസ് അസറ്റുകൾ, അതുപോലെ തന്നെ ഇറാൻ്റെ എബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഫോക്കസ് ചെയ്ത് നടത്തിയത്. അതിലുപരിയായിട്ട് ആക്സിയോസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ അമേരിക്ക B-1 ബോംബർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡസൻസ് ഓഫ് മിസൈൽസ് ലോഡ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തിയതെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്ക ഇറാൻ്റെ 2 റെസ്ക്യൂ വെസലുകൾ, ഹോർമസ്ഗൺ പ്രൊവിൻസിൽ 2 റെസ്ക്യൂ വെസലുകൾ, നാജി 15, നാജി 16 എന്ന് പറഞ്ഞ 2 ഇറാനിയൻ സർവൈലൻസ് വെസലുകൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞ ഗറബ് റീജിയനിൽ 2 പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഇതും അമേരിക്കയുടെ ആക്രമണമാണെന്നാണ് പറയുന്നത്. US-ൻ്റെ ഹാർഡായിട്ടുള്ള സ്ട്രൈക്ക്, ഇത് B-1 ബോംബർ വെച്ച് നടത്തിയ അറ്റാക്കാണെന്നാണ് ഇറാൻ സംശയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ 12th വേവ് ഓഫ് അറ്റാക്ക് നടന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഉൾപ്പെടുത്താം. കാരണം രാവിലെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പുറത്ത് വരുന്നത്. അതുപോലെ അമേരിക്കയുടെ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഫ്രീ നേവിഗേഷൻ മസ്റ്റാണ്. അത് ഏതൊരു ഇൻ്റർനാഷണൽ വാട്ടർ വേയിലാണെങ്കിലും. ഇറ്റ് മീൻസ് അത് തായ്വാൻ്റെ സ്ട്രൈറ്റ് ആണെങ്കിലും ഹോർമോസ് സ്ട്രൈറ്റ് ആണെങ്കിലും അത് നേവിഗേഷൻ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. So right now, however, I can just say here's what's happening. It's pretty straightforward. Ships are trying to go through the straits and they're getting blown up
Commercial ships are going through the straits and they're being blown up. The United States is defending that shipping and in addition is targeting the places that are launching against those ships that continue to degrade Iran's ability to target and harm global shipping. So that's what's happening here. And that's what we're focused on. അതുപോലെ ഇറാനാണെന്നുണ്ടെങ്കിൽ ബന്ദർ അബ്ബാസ് മേഖലയിൽ അമേരിക്ക ആക്രമണം നടത്തി തച്ച് പൊളിച്ച് പാളിസാക്കി കൊടുത്ത റോഡിന് ബദലായിട്ട് മറ്റൊരു റോഡിൽ ടാറിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ മൺപാതയിലൂടെയാണ് വാഹനങ്ങളൊക്കെ അൺപാവ്ഡ് വേയിലൂടെ കടന്നുപോയത്. വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. ആ മേഖല ഇപ്പം റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. ഇമീഡിയറ്റ് ആയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ടാറിട്ട് കൊടുത്തിരിക്കുകയാണ്. അതും അവരും ബാക്ക് ടു ബാക്ക്, അതായത് ആക്രമണം നടത്തുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുള്ള ആ ഒരു വീറും വാശിയോട് കൂടി തന്നെയാണ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ അകത്ത് കാര്യങ്ങൾ ഗുരുതരമാണ്, അത് വേറെ വിഷയം. അപ്പം ഇറാൻ അമേരിക്കയെ നോക്കി പറഞ്ഞിരിക്കുന്ന ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, 12 ദിവസങ്ങളായിട്ട് യുദ്ധം നടത്തിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയ അടി പോരെ, ഇനിയും നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പാഠം പഠിച്ചില്ലേ, കുവൈറ്റിൻ്റെ കരച്ചൽ നിങ്ങൾ കേൾക്കുന്നില്ലേ, ജോർദാൻ്റെ കരച്ചൽ നിങ്ങൾ കേൾക്കുന്നില്ലേ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം നിർത്തി പോകാറായില്ലേ, ഇനിയും അടി വാങ്ങിച്ച് കൂട്ടണോ എന്നുള്ള രീതിയിലാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇറാൻ്റെ എംപിമാർ, ഇറാൻ്റെ പലതരത്തിലുള്ള നേതാക്കൾ, തീവ്ര നിലപാടുള്ള നേതാക്കൾ അമേരിക്കയ്ക്കെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ട്രംപ് ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തെഹ്റാനിലേക്ക് പോകുന്ന വൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്, വലിയൊരു പാലമാണ്. ആ പാലം ഞാൻ അടിക്കാൻ പോവാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും യുദ്ധം അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പവർ ഗ്രിഡുകൾ ഒന്ന് വിടാൻ ഞാൻ അടിക്കും എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിച്ചിരിക്കുന്നത്. ഈ ഇറാൻ ശരിക്കും ബാർക്ക് ചെയ്ത് കുരച്ച് അടി ഇരന്ന് വാങ്ങിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവർ അറ്റാക്ക് നടത്തുന്നതെല്ലാം US-ൻ്റെ ബേസുകളാണ്. ഓക്കെ, ലെറ്റ്സ് സേ ഇപ്പോൾ ഇതുവരെ 4 US സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. ഓക്കെ, നിരവധി പേര് പരിക്കേറ്റിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സോളിഡ് ആയിട്ടുള്ള പ്രൂഫൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല. ശരിക്കും അമേരിക്കൻ സോൾജേഴ്സ് നിരവധി പേര് കൊല്ലപ്പെട്ടെങ്കിൽ 4 പേരെ കൊണ്ടുപോയ അതേ മാർഗ്ഗത്തിലൂടെ തന്നെയായിരിക്കും അമേരിക്ക ആ സോൾജേഴ്സിനെയും എടുത്തുകൊണ്ട് പോകുന്നത് അമേരിക്കയിലോട്ട്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പബ്ലിക്കിൻ്റെ അടുത്ത് അത് ഒളിച്ചും മറച്ചും വയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇറാനെ പോലത്തെ രാജ്യമല്ല അമേരിക്ക, അവിടെ ഡെമോക്രസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇങ്ങനെ വേട്ടാവളിയന്മാരെ പോലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. 100 അമേരിക്കൻസിനെ ഞങ്ങൾ വധിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സ്പെക്കുലേഷൻസ്, അനുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അമേരിക്കയുടെ 4 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് അവർ കൃത്യമായിട്ട് പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഈ അമേരിക്കയ്ക്ക് ഒളിച്ചും മറച്ചും കൊണ്ട് ഇവരെ കുഴിച്ചിടാനൊന്നും നോക്കില്ല. കാരണം അമേരിക്കയുടെ ഉള്ളിൽ ചോദ്യം ഉയരും. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ അത് സംഭവിക്കും. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ അവർക്ക് ഒളിച്ചും മറച്ചും വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. കാരണം അവിടെ ഡെമോക്രസി ഇല്ല. എനിവേ, ഡെമോക്രസി വിട്ടേക്കൂ, അവിടെയുള്ളത് ഒരു ഭീകര മത ഭരണകൂടമാണ്. അവർക്ക് എന്ത് വേണേലും കാണിക്കാം. ഇപ്പോൾ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് എണ്ണ വിൽപ്പന, അത് ഇറാന് എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരുത്തനും എണ്ണ വിൽക്കണ്ട എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ സൗദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. UAE-യുടെ അതേ മാർഗം പിന്തുടരാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ഇപ്പം ശ്രമിക്കുകയാണ്. സൗദി അറേബ്യ ഒമാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒമാൻ്റെ സലാല പോർട്ടിൻ്റെ അടുത്ത് അവിടെ ഒരു US ബേസ് ഉണ്ട്, അതിനെ തൊട്ടടുത്തായിട്ട് അവർക്ക് പൈപ്പ് ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെർമിഷൻ വേണമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ഫുജേറ പോർട്ടിന് തൊട്ടിപ്പുറത്തായിട്ട് ഒമാൻ്റെ ഏരിയയിലൂടെ UAE പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഡയറക്റ്റായിട്ട് അറബിക്കടലിലേക്ക് അവർക്ക് ഒരു എൻട്രി കിട്ടുകയാണ്. അപ്പം കുറച്ച് കാലതാമസം എടുത്തെങ്കിലും മൾട്ടിപ്പിൾ പൈപ്പ് ലൈനുകൾ ഇട്ടുകൊണ്ട് അവരുടെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒമാൻ ഒരു വലിയ ഫോക്കസ് പോയിൻ്റായിട്ട് മാറുകയാണ്. ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇനി ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ ഒമാൻ്റെ സൈഡിലുള്ള ഈ ഓയിൽ പൈപ്പ് ലൈൻ ഫംഗ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ സൗദി അറേബ്യയും അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒമാൻ തന്നെയാണ് തുറപ്പിച്ചിട്ട്. ശരിക്കും ഇന്നലെ ഒരു ചൈനീസ് ഷിപ്പ് ശരിക്കും സൗദി അറേബ്യ ത്രൂ, അതേപോലെ റെഡ് സീ ത്രൂ ഒക്കെ ടച്ച് ചെയ്ത് വാഹനങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് പോയ ഒരു ചൈനീസ് ഷിപ്പിനെ ഹൂത്തികൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ ബാബൽ മന്ദേബിലൂടെ കടന്നു കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്നുള്ള ഭീഷണിയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. ശരിക്കും ഇവർ സൗദി പോർട്ട് ടച്ച് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇവരെ തടഞ്ഞതെന്നാണ് അവർ പറയുന്നത്. സൗദിയിലേക്കുള്ള ചരക്ക് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും കൂടി അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഹൂത്തികൾ എങ്ങനെ പരിശോധന നടത്തി ഉറപ്പുവരുത്തി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഷിപ്പിനെ അവർ കടത്തി വിട്ടിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പല ഷിപ്പുകളും ഇതിലെ GPS ഓഫ് ചെയ്തുകൊണ്ട് ഇതിലെ കടന്നു പോകുന്നുണ്ട്, അത് ഞങ്ങൾ അനുവദിക്കില്ല. അതായത് 23-ാം തീയതി മുതൽ ഞങ്ങൾ തകർത്ത് വെച്ച് ആക്രമണം നടത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഒരു ഫുൾ ബ്ലോക്കേഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. 2 ചൈനീസ് ഷിപ്പുകൾ ഇതിനെ തുടർന്ന്
റെഡ് സീയുടെ അവിടെ എത്തുന്ന സമയത്ത് ശരിക്കും യൂ ടേൺ എടുത്ത് പോവുകയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ലൈല എന്ന് പറഞ്ഞ ഷിപ്പും എൻസീലിയ എന്ന് പറഞ്ഞ ഷിപ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹൂത്തികൾ ഇതിനെ അറ്റാക്ക് ചെയ്തതിന് കാരണമായിട്ട് പറയുന്നത് അമേരിക്കയുടെ 12ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് ഇറാനിൽ തുടരുന്നതും അതുപോലെ തന്നെ സൗദി അറേബ്യക്കെതിരെയുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഈ ആക്രമണം നടത്തിയതായിട്ട് അവർ പറയുന്നത്. 2 കപ്പലുകളും അവിടെ നിന്ന് കത്തുന്ന രംഗമാണ് വീഡിയോ ഫുട്ടേജിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഏതാണ്ട് രാത്രി 9:30 അത് 22-ാം തീയതി ഈവനിങ് വൈകുന്നേരം ഒരു 9:10 മണിയോടുകൂടിയാണ് ഹൂത്തികൾ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഈ 2 ടാങ്കർ ഷിപ്പുകൾക്കെതിരെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതായത് ഇറാൻ്റെ പ്രശ്നമാണ്, ഇറാൻ എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും എണ്ണ വിൽക്കണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. സൗത്ത് ലെബനാനിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ IDF മാസീവായിട്ടുള്ള എക്സ്പ്ലോഷൻസ് ആണ് നടത്തിയത്. ഇസ്രായേലി ഫോഴ്സ് സെറ്റിംഗ് ഫയർ ഓൺ മൾട്ടിപ്പിൾ ബിൽഡിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾഡ് എക്സ്പ്ലോഷൻസ് ഇൻ ബ്രാച്ചിറ്റ് എന്ന് പറയുന്നത് സൗത്ത് ലെബനാനിലെ ഒരു സ്ഥലമാണ്. ഹദാദ, ബെയ്ത്ത് യാഹൂൻ, ക്ഫിർ, ടിബ്നിറ്റ്, ഹൗല, അലി അൽ താഹിർ റിഡ്ജ്, വാദി അൽ സലൂക്കി, ഇത്തരം ഏരിയകളിലൊക്കെ തകർത്ത് വെച്ചിട്ടുള്ള എക്സ്പ്ലോഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള കംപ്ലീറ്റ് എയർ സ്ട്രൈക്സ് ഇതാണ് ഇസ്രായേൽ ഒരു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയ്ക്കുള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഗാസയിൽ ഹമാസിനെതിരെയുള്ള വേട്ട തുടരുന്നുണ്ട്. അതേപോലെ ലെബനനിൽ ഹെസ്ബുള്ളകൾക്കെതിരെയുള്ള വേട്ട തുടരുന്നുണ്ട് ഇസ്രായേൽ. അതൊരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ ഇറാൻ ഇന്നലെ അയച്ച മിസൈലുകളിൽ ഒന്ന് സൗദി അറേബ്യയ്ക്കുള്ളിൽ പതിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഫ്രീ സ്പേസിൽ പതിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതേപോലെ ബഹ്റൈൻ്റെ ഉള്ളിലേക്ക് ആമസോണിൻ്റെ വലിയൊരു ഡേറ്റാ സെൻറ്റർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫർമേഷൻ വരേണ്ടതുണ്ട്. പക്ഷേ ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന ആമസോണിൻ്റെ ഡേറ്റാ സെൻറ്റർ അഥവാ AWS ആമസോൺ വർക്ക് സ്പേസ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണ് ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നത്. അത് ആക്രമിക്കപ്പെട്ടാൽ ADCB പോലത്തെ UAE പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കൊക്കെ പ്രശ്നമുണ്ടാവും. കാരണം ഇവരൊക്കെ അവരുടെ അടുത്താണ് ക്ലൗഡ് സർവീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ADCBയുടെ ബാങ്കിങ് ആപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ആമസോണിൻ്റെ ഡേറ്റാ സെൻറ്റർ അഫക്റ്റഡ് ആണെന്നുള്ളത്. അതുപോലെ കുവൈറ്റിനെതിരെയും ഖത്തറിനെതിരെയും ഇന്നലെ ഇറാൻ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മിസൈലുകൾ അയച്ചത് ഇറാഖിൻ്റെ ഉള്ളിലാണ്. അതുപോലെ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ UK നിന്നാണ് കംപ്ലീറ്റ് അമ്യൂണിഷൻസും ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഇസ്രായേലിൻ്റെ ബെൻഗുരിയൻ എയർപോർട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ബേസും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ട്രംപ് ഞങ്ങളുടെ പാലങ്ങളെയും അതേപോലെ ഞങ്ങളുടെ പവർ ഹൗസുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീജിയണൽ എനർജി ഹബ്ബുകളെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. റീജിയണൽ എനർജി സൈറ്റുകൾ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ ബാരലിൻ്റെ വില $94 ഉയർന്നിട്ടുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെയും ഒമാൻ്റെ തീരത്ത് കൂടി കടന്നു പോകുന്ന ഷിപ്പുകൾക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ട് എടുത്താണ്. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഷോർട്ടായിട്ട് എടുത്തത്. അതുപോലെ തന്നെ ഈ കോക്രോച്ച് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പിന്നെ ഞാനത് പൊതുവേ ഒരു പൊളിറ്റിക്കൽ ടോപ്പിക്കായിട്ട് അത് വിഷ്വലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാത്തത്. അതൊരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ നമ്മളുടെ സെക്കൻഡറി ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. കാരണം ഇതെനിക്ക് ഈ കോക്രോച്ച് പാർട്ടിയുമായിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതേസമയം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില നിർണായകമായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ ഉള്ളിൽ ഇടപെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റഡ് ഐഡിയോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നതിന് പകരം അതിനെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൈനീസ് ജനതാ പാർട്ടി എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം. അത്തരത്തിലുള്ള അജണ്ടകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എനിവേ നീറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. നീറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്, നീറ്റ് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അതിൽ കുറച്ചുകൂടെ എലോബറേറ്റഡ് ആയിട്ട് ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്യൂർഡായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് ഇതിനകത്ത് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.